ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വചനം വായിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. ഇത് ഉൽപ്പത്തി പുസ്തകം വായന 1-ാം അധ്യായം 27-ാം തിരുവചനം. എന്താ നമുക്ക് നോക്കിയാലോ. മനുഷ്യവർഗം സ്ത്രീയും പുരുഷനുമായി ചേർന്നതാണെന്നും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സ്ത്രീയിലും പുരുഷനിലും ഒരേപോലെയാണെന്നും ഈ വചനഭാഗം സാക്ഷ്യപ്പെടുത്തുന്നു. ബൈബിളിൽ സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇത്ര ഉദാത്തമാണെങ്കിലും യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീക്ക് പുരുഷനോടൊപ്പം പ്രായോഗിക ജീവിതത്തിൽ തുല്യത നൽകപ്പെട്ടിരുന്നില്ല. അത് പിൽക്കാല പാരമ്പര്യത്തിൽ കടന്നുകൂടിയ ചിന്താഗതി നിമിത്തമാണ്. സ്ത്രീയായിരുന്നു ആദ്യ പാപത്തിന് കാരണക്കാരിയെങ്കിലും അവൾ അശുദ്ധയാണെന്നും ഒക്കെയുള്ള കാഴ്ചപ്പാട് ഇതിനു കാരണം. ഇതിനൊരു മാറ്റം വരുത്തുന്നത് യേശുവിൻ്റെ വരവോടുകൂടിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം ദർശിക്കാനുണ്ടായ ഭാഗ്യം ലഭിച്ചത് ഒരു സ്ത്രീക്കാണ്. ദാരിദ്ര്യവും ക്ഷമയും കാരുണ്യവും സഹനവുമൊക്കെ കാത്തുപോരുന്നത് ഏറിയ പങ്കും സ്ത്രീകളാണ്. ഈ വചനഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.